ഇന്ന് പാതിവില തട്ടിപ്പിന്റെ സബ്മിഷൻ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായി വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് എന്നുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വന്നു. കാരണം പാതിവില തട്ടിപ്പിൽ ആരെല്ലാമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അത് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ഒരു സബ്മിഷൻ അവിടെ. അപ്പൊ അത് ഒരു തരത്തിലും സഭാതലത്തിൽ വരരുതെന്നും അത് മാധ്യമങ്ങളിൽ വരരുത്, ലൈവായിട്ട് പോകരുത് എന്നും പ്രതിപക്ഷത്തിന് നിർബന്ധം ഉണ്ടായിരിക്കണം. കേന്ദ്ര പ്രമേയത്തോടു കൂടി തന്നെ തടസ്സപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, മുൻകൂട്ടി ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ വരുന്നത്. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പതിവാണ്. സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നേരത്തെ വീട്ടിലെത്താൻ വേണ്ടി സഭ തടസ്സപ്പെടുത്തുക എന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായൊരു സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രകോപനങ്ങളുടെ തുടക്കം ആലോചിച്ചാൽ വളരെ തമാശയാണ്. സ്പീക്കർ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞതിനാണ് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായത്. സാധാരണ എല്ലാ സഭാധ്യക്ഷന്മാരും ഉപയോഗിക്കുന്ന, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രസംഗിക്കുന്ന എല്ലാവരോടും പ്ലീസ് കൺക്ലൂഡ് എന്നത്. അപ്പോൾ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറുക. അതിൽ പരം താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തോട് പറയുക? ഇന്ന് ഉപധനാഭ്യർത്ഥനകളിന്മേൽ നടക്കേണ്ട ചർച്ച ഉൾപ്പെടെ നടത്താൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രകോപനവുമില്ലാതെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ചർച്ച കൂടാതെ എല്ലാം പാസാക്കുന്ന സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, നടുത്തളത്തിലിറങ്ങി തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ പ്ലക്കാർഡുകളും അതുപോലെ ബാനറുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ തിരക്കഥ നേരത്തെ തയ്യാറാക്കി എന്നാണ് അത് കാണിക്കുന്നത്. നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത്. ഇന്ന് സഭ തടസ്സപ്പെടുത്തണം, അടിയന്തര പ്രമേയത്തോടു കൂടി തന്നെ തടസ്സപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, മുൻകൂട്ടി ഉച്ചയ്ക്കുള്ള ട്രെയിനിൽ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ വരുന്നത്. ഇത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പതിവാണ്. സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നേരത്തെ വീട്ടിലെത്താൻ വേണ്ടി സഭ തടസ്സപ്പെടുത്തുക എന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായൊരു സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി പ്ലക്കാർഡ് തയ്യാറാക്കി വെക്കില്ലല്ലോ, ബാനറും തയ്യാറാക്കി വെക്കില്ലല്ലോ. അപ്പം നടുത്തളത്തിൽ ഇറങ്ങിയിട്ടും സഭ തടസ്സപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ആദ്യം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കി സഭാ നടപടികളുമായിട്ട് പോയി, പിന്നെ പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചു. എന്നിട്ടും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് വലിയ ബാനർ ഉയർത്തിയത്. അപ്പോൾ ഒരു തരത്തിലും സഭ നടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത്. ഇന്നലത്തെ ധനകാര്യമന്ത്രിയുടെയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മറുപടിയോടുകൂടി തന്നെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വാദങ്ങളുടെയും മുനയൊടിഞ്ഞതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതും ഒരു കാരണമാവാം. എന്തായാലും മുൻകൂട്ടി സഭ തടസ്സപ്പെടുത്താൻ നിശ്ചയിച്ചുറപ്പിച്ച് പ്രതിപക്ഷം വരുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്, തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ പറഞ്ഞത്, ഈ നിയമസഭ നിലവിൽ വന്ന ഉടൻ പറഞ്ഞത്, ഞങ്ങളൊരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും എന്നാണ്. ഇപ്പോൾ കാണുന്നത് ഒരു വിധ്വംസക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. പ്രതിപക്ഷത്തിന് എല്ലാ തരത്തിലുള്ള സംയമനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രകോപനങ്ങളുടെ തുടക്കം ആലോചിച്ചാൽ വളരെ തമാശയാണ്. സ്പീക്കർ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞതിനാണ് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനായത്. സാധാരണ എല്ലാ സഭാധ്യക്ഷന്മാരും ഉപയോഗിക്കുന്ന, ധാരാളമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് പ്രസംഗിക്കുന്ന എല്ലാവരോടും പ്ലീസ് കൺക്ലൂഡ് എന്നത്. അപ്പോൾ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത നിലയിലേക്ക്
പ്രതിപക്ഷ നേതാവ് മാറിയോ? അതിൽ പരം താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തോട് പറയുക? ദയവായി അങ്ങ് ചുരുക്കൂ, ഉപസംഹരിക്കൂ എന്ന് മലയാളത്തിലും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നതിനേക്കാൾ താഴ്മയായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക? അതിനാണ് ഈ പ്രകോപനം മുഴുവൻ ഉണ്ടാക്കിയെന്നുള്ളത് ഓർക്കണം. ഒരുപക്ഷെ കേരളത്തിന് നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്ലീസ് കൺക്ലൂഡ് എന്ന് ഒരു സ്പീക്കർ പറഞ്ഞതിൻ്റെ പേരിൽ സഭ തടസ്സപ്പെടുത്തുന്നത്. അതുതന്നെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. കഴിഞ്ഞ ഈ നിയമസഭ നിലവിൽ വന്ന ശേഷം പൊതുവിൽ സമയത്തിൻ്റെ കാര്യത്തിൽ കണിശത പാലിക്കാറുണ്ട്. ഇപ്പോൾ 10 മിനിറ്റല്ലേ മന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളൂ. അവതാരകന് 10 മിനിറ്റല്ലേ അനുവദിക്കുന്നത്. അതുപോലെ എല്ലാവരും സമയം പാലിക്കുന്നത് സഭയുടെ ആകെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. പണ്ട് സഭ എപ്പോഴാണ് പിരിഞ്ഞിരുന്നത് എനിക്കറിഞ്ഞൂടാ. ഇപ്പം അത്രയും വൈകുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ടോ സഭ? അപ്പോൾ എല്ലാ സഭാ അംഗങ്ങളുടെയും താല്പര്യവും സഭാ നടത്തിപ്പിനൊരു സമയക്രമം ഉണ്ടല്ലോ. ആ സമയക്രമം പാലിക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ്, സഹകരിക്കേണ്ടത് എല്ലാ അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. നോക്കൂ, പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലല്ല. അതെങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നത്? അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം, അതിനാണ് സ്പീക്കർ അവിടെ ഇരിക്കുന്നത്. പിന്നെ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ്? സ്പീക്കർ നിശബ്ദ കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളാണോ? അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സ്പീക്കർ പറഞ്ഞില്ലേ, ഞാൻ വഴങ്ങിയപ്പോൾ, ശ്രീ തിരുവഞ്ചൂരിന് വഴങ്ങിയപ്പോൾ എന്നോട് സ്പീക്കർ പറഞ്ഞു ചെയറിൻ്റെ അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല. അത് പലർക്കും കുറച്ച് സന്തോഷമായി. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലെന്താണ് ഇത്ര സഹിഷ്ണുത? അതെന്താ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായ പ്രിവിലേജ് ഉണ്ടോ? അല്ല, എന്താ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചോ? അല്ല, എങ്ങനെയാ തടസ്സപ്പെടുത്തലാവുന്നത്? അത് ഞാനവിടെ പറഞ്ഞ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് സഭാധ്യക്ഷനാണ് അങ്ങനെ പറയാത്തത്? നിങ്ങൾ പാർലമെന്റിൽ നോക്കിക്കോളൂ, നിയമസഭയിൽ ഇതിന് മുമ്പുള്ള സ്പീക്കർമാർ ഇവരാരും പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? അത് പറയാനല്ലേ സ്പീക്കർ അവിടെ ഇരിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തിരുവഞ്ചൂർ എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി. അപ്പോൾ സ്പീക്കർ പറഞ്ഞു ചെയറിൻ്റെ അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല. അത് സ്പീക്കർ ഒരു ചട്ടം ഓർമ്മിപ്പിച്ചതാണ്, അല്ലെങ്കിൽ സഭാ നടത്തിപ്പിന് സമയക്രമം പാലിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. സമയം പാലിക്കാനാണ്, എല്ലാവർക്കും വഴങ്ങേണ്ടതില്ല. അപ്പം മന്ത്രിമാരോടും സ്പീക്കർ അക്കാര്യം പറയാറുണ്ട്, പ്രതിപക്ഷ നേതാവിനോടും ഇന്നത് പറഞ്ഞു, എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അതീതനാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ആരും പറയാൻ പാടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാനുണ്ടാവും. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതായത് അടിയന്തര പ്രമേയത്തിന്റെ വാക്കൗട്ട് പ്രസംഗവും അല്ല, അങ്ങനെ പറയരുത്. ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ ഈ സാമാന്യവൽക്കരിക്കരുത്. അടിയന്തര പ്രമേയം ഒരൊറ്റ പ്രശ്നത്തെ മുൻനിർത്തിയുള്ളതാണ്. അതിന് ഒരു മന്ത്രി മറുപടി പറയും, ഒരാൾ അവതരിപ്പിക്കുന്നു, നോട്ടീസ് അവതരണാനുമതി തേടുന്നു, മന്ത്രി മറുപടി പറയുന്നു, അത് കഴിഞ്ഞ വാക്കൗട്ട് പ്രസംഗമാണ്. ഒരു വാക്കൗട്ട് പ്രസംഗം പോലെയാണോ
10, 20, 30 പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോയിട്ട് എവിടത്തേക്കെത്തി ഈ വ്യാഖ്യാനം? എവിടേക്കെത്തി? അടിയന്തര പ്രമേയത്തിന്റെ വോക്കൌട്ട് പ്രസംഗത്തിന്റെ സമയമേ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിന് എടുക്കാവൂ എന്ന് പറഞ്ഞാൽ 20, 30 MLA-മാരല്ലേ ചർച്ച ചെയ്യുന്നത്? അതിനല്ലേ മറുപടി പറയുന്നത്? അപ്പോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി? ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും സർക്കാരിന്റെ കാര്യം നിങ്ങളാരും റിപ്പോർട്ട് ചെയ്യുക പോലുമില്ല. നിയമസഭയിൽ പോലും മിണ്ടിപ്പോരുത് എന്നുള്ള നിലയിലേക്കാണോ വ്യാഖ്യാനം? വാക്കൌട്ട് പ്രസംഗം എന്ന് പറഞ്ഞാൽ കാര്യമാത്ര പ്രസക്തമാവണം. സ്പീക്കർക്ക് നിയന്ത്രിക്കാനുണ്ട്, അത് സഭാചട്ടങ്ങളിലുണ്ട്. ഒന്ന്, അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി തേടി പ്രസംഗിച്ചു കഴിഞ്ഞാൽ വാക്കൌട്ട് ആണെങ്കിൽ ആ വാക്കൌട്ട് റീസണബിൾ ആയ ഒരു സമയമേ പാടൂ. അത് സ്പീക്കർക്ക് നിശ്ചയിക്കാം. ആ റീസണബിൾ ആണ്. അത് അന്നത്തെ സ്പീക്കർമാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മുൻകാല പ്രാബല്യത്തോടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും ചെയ്തിട്ടുണ്ട്. അതെ, അത് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും ഇടപെട്ടിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. ഏതാ? ഇന്ന് പാതിവില തട്ടിപ്പിന്റെ സബ്മിഷൻ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായി വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയത് എന്നുള്ളത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വന്നു. കാരണം പാതിവില തട്ടിപ്പിൽ ആരെല്ലാമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അത് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ഒരു സബ്മിഷൻ അവിടെ. അപ്പൊ അത് ഒരു തരത്തിലും സഭാതലത്തിൽ വരരുതെന്നും അത് മാധ്യമങ്ങളിൽ വരരുത്, ലൈവായിട്ട് പോകരുത് എന്നും പ്രതിപക്ഷത്തിന് നിർബന്ധം ഉണ്ടായിരിക്കണം. അതെ, സബ്മിഷൻ കൊടുത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ തടസ്സപ്പെടുത്തുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിലൊന്നും മറക്കാനില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് തടസ്സപ്പെടുത്തുക. കാരണം വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്നലെ കിഫ്ബി പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു, കിഫ്ബിയിൽ ഓഡിറ്റ് ഇല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, ഓഡിറ്റ് എങ്ങനെയെല്ലാം ഓഡിറ്റ് ഉണ്ട് എന്ന് വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഓഡിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ലേ? നിങ്ങളെല്ലാം കേട്ടതല്ലേ? നിങ്ങൾ ആ രേഖ എടുത്ത് നോക്കൂ. എൻ്റെ കൈവശം ആ സഭാരേഖയുണ്ട്. ഓഡിറ്റ് ഇല്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരു കൂസലുമില്ലാതെ നിറം മാറുകയാണ്. മുഖ്യമന്ത്രി എണ്ണി മറുപടി പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങളെ പൊളിച്ചപ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഓഡിറ്റ് ഇല്ല എന്നല്ല പറഞ്ഞത്, ഇന്ന ചട്ടപ്രകാരമുള്ള ഓഡിറ്റ് അനുവദിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അങ്ങനെയല്ല, പ്രതിപക്ഷ നേതാവ് ഓഡിറ്റേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് പ്രതിപക്ഷം. അപ്പൊ പാതിവില തട്ടിപ്പിൽ നോട്ടീസ് കൊടുത്തെന്നുമായി, എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി വരാതിരിക്കാൻ വേണ്ടി സഭ തടസ്സപ്പെടുത്തുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് വാക്കൌട്ട് പ്രസംഗം പോലെയല്ല മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് നടത്തുന്ന പ്രസംഗം. രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താനും പറ്റില്ല. നിങ്ങൾ ചിലരും ഇപ്പോ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്ന അത്ര സമയമേ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറയാവൂ എന്നാണോ? അത് എവിടുത്തെ വാദ? എന്താ അനുപാതികം? 30 ആൾ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് മറുപടി പറയുന്നതിന് ആവശ്യമായ സമയമെടുക്കും. പ്രധാനമന്ത്രി എത്ര സമയം, പ്രധാനമന്ത്രിമാർ എത്ര സമയം എടുത്തിട്ടുണ്ട്? അന്നാരെങ്കിലും ഇങ്ങനെ വാദം പറഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രധാനമന്ത്രിമാരും സമയം എടുക്കാറില്ലേ? എല്ലാ മുഖ്യമന്ത്രിമാരും സമയം എടുക്കാറില്ലേ? എല്ലാ സ്പീക്കർമാരും പ്ലീസ് കൺക്ലൂഡ് എന്ന് പറയും, സമയം ഓർമ്മിപ്പിക്കും. ഞാനും ലോകസഭയിൽ ഇരുന്ന ആളാണ് 10 കൊല്ലം. എല്ലാ സ്പീക്കർമാരും പറയും. അതിനാണ് സ്പീക്കർ അവിടെ ഇരിക്കുന്നത്, അല്ലാതെ മൂകനായിട്ടിരിക്കാനുള്ള ആളല്ല സ്പീക്കർ.